നേതാക്കൾ വീണാലും കരുത്തോടെ പിടിച്ചു നിൽക്കുന്ന ഇറാന്റെ പ്രതിരോധ രഹസ്യം തേടി ഇറങ്ങിയിരിക്കുകയാണ് പല വിദഗ്ധരും. മിഡിൽ ഈസ്റ്റിൽ ശക്തമായി തുടരുന്ന സംഘർഷം പുതിയതും അതീവ ഗൗരവകരവുമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും ചേർന്ന് ഇറാനെതിരെ നടത്തിയ സൈനിക നടപടികൾക്ക് പിന്നാലെ പ്രദേശത്ത് രാഷ്ട്രീയവും സൈനികവുമായ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിന്റെ ആദ്യ ദിവസങ്ങളിലെ തന്നെ ഇറാന്റെ ഉന്നത നേതൃത്വത്തെ ലക്ഷ്യമിട്ട ആക്രമണങ്ങൾ നടന്നുവെന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ഇറാന്റെ പരമോന്നത നേതാവായ അലി ഖമേനി അടക്കം നിരവധി ഉന്നത നേതാക്കൾ കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ വിവിധ അന്താരാഷ്ട്ര വൃത്തങ്ങളിൽ പ്രചരിച്ചതോടെ ഈ യുദ്ധം സാധാരണ സൈനിക ഏറ്റുമുട്ടലിനേക്കാൾ ഏറെ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉള്ളതാണെന്ന് വിശകലനങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇറാനിൽ ഒരു നേതൃത്വ ശൂന്യത സൃഷ്ടിച്ച് ഭരണകൂടത്തെ അസ്ഥിരമാക്കുക എന്നതായിരുന്നു ഈ നീക്കത്തിന്റെ പ്രധാന ലക്ഷ്യമെന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. ഈ ആക്രമണങ്ങളിൽ ഇറാന്റെ സുരക്ഷാ ഉപദേഷ്ടാവായ അലി ഷംഖാനി, പ്രതിരോധ മന്ത്രിയുമായ ബന്ധപ്പെട്ട നിരവധി ഉന്നത ഉദ്യോഗസ്ഥർ, സൈനിക മേധാവികൾ എന്നിവരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഇതിലൂടെ ഇറാന്റെ മധ്യ കേന്ദ്രത്തെ തന്നെ ലക്ഷ്യമിട്ട ഡീക്യാപിറ്റേഷൻ സ്ട്രൈക്ക് എന്നറിയപ്പെടുന്ന തന്ത്രം ഉപയോഗിച്ചുവെന്നാണ് നിരീക്ഷണം. ഒരു രാജ്യത്തിന്റെ പ്രധാന രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ ഒരേ സമയം ഇല്ലാതാക്കുക എന്നതാണ് ഈ തന്ത്രത്തിന്റെ ലക്ഷ്യം. അതിലൂടെ ഭരണ സംവിധാനത്തിൽ ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയും എതിർ ശക്തികൾക്ക് അനുകൂലമായ ഒരു പുതിയ ഭരണകൂടം സ്ഥാപിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയും ചെയ്യാമെന്നാണ് പാശ്ചാത്യ സൈനിക തന്ത്രങ്ങളിൽ പറയുന്നത്. എന്നാൽ ഈ നീക്കങ്ങൾ ഇറാനെ ദുർബലമാക്കുമെന്ന് ഉറപ്പില്ലെന്നാണ് പല വിശകലനങ്ങളും സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 20 വർഷത്തിലേറെയായി അമേരിക്കയുമായി ഒരു വലിയ യുദ്ധ സാഹചര്യം ഉണ്ടാകാമെന്ന കണക്കുകൂട്ടലോടെ ഇറാൻ തങ്ങളുടെ പ്രതിരോധ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തിയിരുന്നു. ഇറാന്റെ യുദ്ധതന്ത്രം പലപ്പോഴും വികേന്ദ്രീകൃത രീതിയിലാണ് രൂപപ്പെടുത്തിയിരിക്കുന്നത്. ഇതിന് പ്രധാന ഉദാഹരണമാണ് ഇറാന്റെ ശക്തമായ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സ്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സൈനിക യൂണിറ്റുകളാണ് ഈ സംവിധാനത്തിന്റെ പ്രത്യേകത. കേന്ദ്ര നേതൃത്വത്തിൽ മാറ്റം വന്നാലും ഈ യൂണിറ്റുകൾ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുന്ന രീതിയിലാണ് ഇവയെ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരാക്ചി ഈ സാഹചര്യത്തെ വിശദീകരിക്കുമ്പോൾ ഉപയോഗിച്ച ഉപമ ഏറെ ശ്രദ്ധേയമാണ്. പുരാതന ഗ്രീക്ക് പുരാണങ്ങളിൽ പറയുന്ന ഹൈഡ്ര എന്ന പാമ്പിനെ പോലെ തന്നെയാണ് ഇറാന്റെ പ്രതിരോധ സംവിധാനമെന്നും അദ്ദേഹം പറഞ്ഞു. ഹൈഡ്രയുടെ ഒരു തല വെട്ടിക്കളഞ്ഞാൽ 2 എണ്ണം കൂടി വളരുമെന്നതാണ് ആ പുരാണത്തിന്റെ ആശയം. അതുപോലെ തന്നെ നേതൃത്വത്തെ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയാലും ഇറാന്റെ ഭരണകൂടം സൈനിക സംവിധാനവും തകർന്നു പോകില്ലെന്നാണ് അദ്ദേഹത്തിന്റെ അവകാശവാദം. ഭരണകൂടത്തിന്റെ തുടർച്ച ഉറപ്പാക്കാൻ വ്യക്തമായ പിൻഗാമി സംവിധാനങ്ങളും മത നേതാക്കൾ അടങ്ങുന്ന വലിയ കൗൺസിലുകളും ഇറാനിൽ നിലവിലുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഈ സാഹചര്യത്തിൽ മിഡിൽ ഈസ്റ്റിലെ ഇപ്പോഴത്തെ സംഘർഷം ഒരു പ്രാദേശിക യുദ്ധം മാത്രമല്ല, ലോകരാഷ്ട്രീയവും ഊർജ്ജ സുരക്ഷയും ആഗോള സമ്പദ് വ്യവസ്ഥയും തമ്മിൽ ബന്ധപ്പെട്ട ഒരു വലിയ പ്രതിസന്ധിയായി മാറുകയാണ്. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഈ ഏറ്റുമുട്ടൽ എത്രത്തോളം വ്യാപിക്കും, ഗൾഫ് മേഖല എത്രത്തോളം ബാധിക്കപ്പെടും, ലോക സമ്പദ് വ്യവസ്ഥയ്ക്ക് ഇതിന്റെ ദീർഘകാല പ്രതിഫലനം എന്തായിരിക്കുമെന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര സമൂഹം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.